ഹായ് മക്കളെ, ഇതൊരു പുതിയ സീരീസിൻ്റെ തുടക്കാട്ടോ. ഇതിൻ്റെ പേര് നിങ്ങളിടണം. എടാ, എനിക്കിപ്പോൾ എന്താണ് 24 വയസ്സായി. അപ്പോൾ ഈ 24 വയസ്സിൽ എന്താണ് പല സ്റ്റേജിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ചില അറിവുകൾ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ അറിഞ്ഞിട്ട് ഞാൻ വേറെ ലെവലായി പോയെന്നെ നിങ്ങളെ. അപ്പം അങ്ങനെ ഞാൻ 17-ാം വയസ്സിൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മെച്ചമുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ തംബ്നെയിലും സീരീസിൻ്റെ പേരൊക്കെ എഴുതി, പക്ഷെ അത് ഇംഗ്ലീഷിൽ എനിക്ക് കിട്ടും, മലയാളം കിട്ടുന്നില്ല. അതായത് ഇംഗ്ലീഷിൽ ഇതിങ്ങനെയാണ്: തിങ്സ് ഐ വിഷ് ഐ ന്യൂ വെൻ ഐ വാസ് 17 years old. അതായത് 17-ാം വയസ്സിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു സീരീസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ, ഞാനിത് ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങളിത് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൂടുതൽ വ്യൂവേഴ്സും കൂടുതൽ കമൻസും നമ്മളൊരു കമ്മ്യൂണിറ്റി പോലെ, സാർ എൻ്റെ പ്രശ്നം ഇതാണെന്ന് പറഞ്ഞ് ആ പ്രശ്നം വെച്ച് അടുത്ത വീഡിയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞില്ല, ഈ വീഡിയോ ലാസ്റ്റ് വരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സംഭവം രസമുണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക, ഗ്രൂപ്പിലിടുക, എല്ലാവർക്കും നിങ്ങൾക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. ഇത് ഓരോ സാധനങ്ങളും ഓരോ വീഡിയോസും ഭയങ്കര മുത്തുമണികളായിരിക്കും, അടിപൊളി സാധനങ്ങളായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റെഡിയാണല്ലോ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കഥ 10-ാം ക്ലാസ്സിൽ പഴയ ഒരു സ്ലൈഡ് മേലെ എഴുതി വെച്ചാൽ ഓക്കെ, നിങ്ങളെ സെറ്റിലെ പാടാൻ കാണാൻ തോന്നുന്നുണ്ട്. ഓക്കെ റൈറ്റ്. എടാ, അതിന് മുമ്പ് ഒരു കാര്യം കേട്ടോ, ഇതിൻ്റെ മലയാളം നല്ല വൃത്തിയിലൊരു തംബ്നെയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മലയാളം ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഞാൻ എന്ത് ചെയ്യാം വിത്ത് ക്രെഡിറ്റ് ഞാനത് തംബ്നെയിലാക്കി കളയാം. ഓക്കെ റൈറ്റ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കഥ പറയാം. നിങ്ങൾ കേട്ട് മടുത്ത കഥയാണ്, എന്നാൽ എന്താ ഒരിക്കൽ കൂടെ പറയണം, ഇത് പുതിയൊരു ഡയമെൻഷൻ ഞാൻ പറയാൻ പോകുന്നു. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചിരിച്ചാൽ മതി, സാർ ഇത് പണ്ടേ കേട്ടിട്ടുണ്ടെന്ന് പറയരുത് കേട്ടോ. അതായത് എൻ്റെ ലൈഫ് 10-ാം ക്ലാസ് വരെ നിങ്ങൾക്കറിയാം, ഐ വാസ് എന്താ പറയുക, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു 10-ാം ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ നല്ല മാർക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ +1 +2 എത്തിയെത്തുമ്പോൾ എന്താ, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ കഷ്ടപ്പെട്ടല്ല, ഞാൻ പഠിച്ചത്ര ആ വർഷത്തെ കേരളത്തിൽ ഒരു പിള്ളേരും പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും ഞാൻ എന്തെങ്കിലും +1 +2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടി, മറ്റേ ഐ എം ബേസിക്കലി എഞ്ചിനീയർ ഫ്രം NIT കാലിക്കറ്റ്. അതായത് എനിക്ക് +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എഴുതി NIT-യിൽ BTech കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് പഠിക്കാൻ പറ്റി. ഓക്കെ റൈറ്റ്. അതിനുശേഷം NIT-ലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഭോഗ ജീവിതമാണ്. അത് ഞാൻ കട്ട് ചെയ്ത് അത്രയും ക്ലാസ് അവിടെ ആരും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ കളിച്ചത്ര കച്ചറ എന്താ ആരും കളിച്ചിട്ടുണ്ടാവില്ല, ഞാൻ വേറെന്തുകൊണ്ട് ഞാൻ ഉറങ്ങിയ അത്രയും, ഞാൻ കണ്ട സിനിമകളുടെ അത്രയൊന്നും അവിടെ ആരും കണ്ടില്ല. ഫുൾ ഉഴപ്പായിരുന്നു. പക്ഷേ എനിക്കെന്ത് ചെയ്തിട്ടുണ്ട്, NIT-ൽ അത്യാവശ്യം ഞാൻ പറയാറുണ്ട് അത്യാവശ്യം നല്ല ജോലിയൊക്കെ കിട്ടി. ആ അത്യാവശ്യം നല്ലതെന്ന് ഞാൻ പറയുന്നത് എന്താ, അന്ന് എൻ്റെ പ്രായത്തിലുള്ള 22 വയസ്സുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ജോലി തന്നെയായിരുന്നു അത്. പക്ഷേ എന്തായിരുന്നു, എന്നേക്കാൾ എത്രയോ ഇരട്ടി സാലറി കിട്ടിയ ഒരുപാട് ആൾക്കാർ NIT-ലുണ്ട്. അതായത് എൻ്റെ ഇരട്ടിയും 2 ഇരട്ടിയും 4 ഇരട്ടി വരെ സാലറി കിട്ടിയ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതായത് NIT-നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് ജസ്റ്റ് ആൻ ആവറേജ് സാലറി ദർ. ഓക്കെ. അതിനുശേഷം പിന്നെ എന്താ, എൻ്റെ കരിയറാണ്. 2012 NIT പാസ്സായി. പിന്നെ 1 വർഷം ബാംഗ്ലൂരും, പിന്നെ 5 വർഷം എന്താണ്, 1 വർഷം ബാംഗ്ലൂരും, പിന്നെ 5 വർഷം ദുബായിലുമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലിയുടെ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ടുള്ള എഫേർട്ടൊന്നും ഞാൻ ഒരിക്കലും ഇട്ടിട്ടില്ല കേട്ടോ. സാധാരണ പോലെ നമ്മളെ പണികളൊക്കെ വൃത്തിയായിട്ട് ചെയ്തു പോകാറുണ്ട്, ആത്മാർത്ഥതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ടോ ഹാർഡ് വർക്കൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരെക്കാൾ ഞാൻ ഇൻ്റലക്ച്വലി കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് അന്ന് തോന്നി. അതുകൊണ്ട് ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാലറിയിലേക്കോ പൊസിഷനിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഓക്കെ. പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് അപ്പോഴും എന്താ, അജാസ് ഭയങ്കര സെറ്റപ്പല്ല, ദുബായിൽ നല്ല ജോലിയാണ്, കമ്പനി ഫ്ലാറ്റ് ഉണ്ട്, കാറുണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ടെന്നാ. ആൻഡ് അതാണ് എന്തത് 10-ാം ക്ലാസ് +1 NIT ജോലി 4 സ്റ്റേജ് കഴിഞ്ഞു. ഇനി 5ാമത്തെ സ്റ്റേജാണ് എന്ത്, 2018 എനിക്കൊരു ബോധോദയം വന്നു, ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, ജീവിതത്തിൽ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ എന്താ അവസാനം വയസ്സാകുമ്പോൾ വെറുതെ റിഗ്രറ്റ് തോന്നുന്നുള്ള രീതിയിലാണ് ഞാനൊരു സ്റ്റാർട്ടപ്പുമായിട്ട് ദുബായിലെ ജോലിയൊക്കെ കളഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. ആദ്യം ഒരു മെഡിക്കൽ ടൂറിസം എന്നുള്ള സ്റ്റാർട്ടപ്പ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ തൻ്റേതല്ലാത്ത കാരണത്താൽ, കാരണം കോവിഡ് വന്നപ്പോൾ അത് മൊത്തം നിർത്തേണ്ടി വന്നു. അതിനുശേഷമാണ് എജ്യൂപോർട്ടിലേക്ക് എത്തിയത്. ആൻഡ് എജ്യൂപോർട്ടിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എജ്യൂപോർട്ടിൻ്റെ സമയത്ത് ഞാൻ വീണ്ടും എന്താ രാവും പകലും കഷ്ടപ്പെട്ടിട്ട് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഉറങ്ങിയ ഒരുപാട് ദിവസങ്ങളുണ്ട്. തുടക്കകാലത്തുണ്ടായിരുന്നു, നിങ്ങൾ 10-ാം ക്ലാസ്സിലുള്ള സമയത്തുണ്ടായി, ഇപ്പോഴൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ റെസിഡൻഷ്യൽ ക്രാഷ് ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കുട്ടികളും പാരൻസൊക്കെ അവിടെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ എത്തി അവരോടൊക്കെ ഒന്നും കൂടി ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, ആ ഒരു ഹാർഡ് വർക്കിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഭാഗം. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ, എജ്യൂപോർട്ട് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രതീക്ഷ, അതായത് ബാക്കി എല്ലാ സ്ഥലത്തും എന്താ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ പ്രതീക്ഷകത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എജ്യൂപോർട്ട് എന്താണ്, ഞാൻ എന്താണ് സ്വപ്നം കണ്ട് ഞാൻ പ്രതീക്ഷേനേക്കാൾ എത്രയോ വേഗത്തിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനി അങ്ങോട്ട് എന്താവുന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ.
കഥ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലെങ്കിൽ ഈ കഥയുടെ പുതിയൊരു ഡയമെൻഷൻ പറഞ്ഞു. ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിലേക്ക് കിടക്കാം. ഈ കഥയുടെ ഒരു ഗ്രാഫ് ഞാൻ വരച്ചേട്ടെ. അതായത് 10ാം ക്ലാസ് വരെ സാധാരണ ഒരു ജീവിതം. ഓക്കെ, മുകളിലോട്ടുമില്ല താഴോട്ട് വേണേൽ പറയുന്നതാണ് സാറില്ല. പിന്നെ +1 +2 ഭയങ്കര കഷ്ടപ്പെട്ട, അതുകൊണ്ട് തന്നെ എന്താണ് NITയിൽ അഡ്മിഷൻ കിട്ടി. ഓക്കെ റൈറ്റ്. NITയിലോ ഭോഗ ജീവിതം. ഓക്കെ റൈറ്റ്. പിന്നെ NIT കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ജോലിയിലോ ഇത് കളർ കൊടുക്കണം, മഞ്ഞോട് ചെറിയ ഗ്രോത്ത്, അത്രയും ഉണ്ടാവില്ല, ചെറിയ ഗ്രോത്ത് അതിരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഞാൻ നടന്ന സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ എജ്യൂപോർട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ വൻ ഗ്രോത്ത്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ റൈറ്റ്. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ സാധാരണ ജീവിതത്തിൽ നിന്നും വൻ ഗ്രോത്ത് നടന്നത് 2 സ്റ്റേജിലാണ്. ഒന്നതെന്താണ്, ഒന്നതെൻ്റെ +1 +2യുടെ സമയത്താണ്, +1 +2യുടെ സമയത്താണ്. രണ്ടാമതായിട്ട് എജ്യൂപോർട്ടിൻ്റെ സമയത്താണ്. ബാക്കി എല്ലാ സമയത്തും എന്താ, ഒരു സാധാരണ ജീവിതമാണ് ഞാൻ ജീവിച്ചത്. ആ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു നോർമൽ ലൈഫ്, സാധാരണ ജീവിതം ജീവിച്ചാൽ മതിയെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 99% ആൾക്കാരും അങ്ങനെയായിരിക്കും, നിങ്ങളെ പാരൻസൊക്കെ. അതായത് അവർക്ക് ജോലിയുണ്ട്, ഇടയ്ക്ക് ചെറിയ ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടും, ചിലപ്പോൾ ഒരു ജോലി മാറുമ്പോൾ കുറച്ചും കൂടി ഇൻക്രിമെൻ്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് പോകാല്ലേ, ജീവിതത്തിൽ വലിയൊരു ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ആൻഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്ത് പല പാരൻസ്, നിങ്ങളെ പാരൻസ് അവിടെ ശമ്പളമൊക്കെ കൂടിയുണ്ട്, പക്ഷെ ഒന്നും ബാക്കിയാവുന്നില്ല, പണ്ടത്തെ അത്ര തന്നെയേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലേ. അതൊക്കെ എൻ്റെ ഈ സീരീസിലെ മുത്തുമണി വീഡിയോസ് ആട്ടെ. ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റൊക്കെ അതിൻ്റെ റീസൺ വേറൊന്നുമല്ലടാ. അത് അവർക്ക് സാലറി കൂടുമ്പോൾ അതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് ജീവിത ചെലവ് കൂടുന്നത്. 140 ഉറുപ്പ്യക്കുള്ള കോഴി ഇന്നലെ ഞാൻ നോക്കുമ്പോൾ 220 ഉറുപ്പ്യ. അതേപോലെ ഗ്യാസും കുറ്റിയൊക്കെ ഇല്ല, ഗ്യാസും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഗ്യാസും കുറ്റിക്കൊക്കെ എന്താ 400 ഉറുപ്പ്യൊക്കെ ഒറ്റയടിക്ക് കയറ്റുന്നത്. അപ്പം ആ രീതിയിൽ സാലറി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ജീവിത ചെലവ് കൂടിയിട്ട് വലിയ മെച്ചമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകും. അതേ സ്ഥാനത്ത് ജീവിതത്തിൽ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് വേണോ, ആ പോയിന്റിലൊക്കെ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താടാ, അതിൻ്റെ പേരെന്നാണ് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ നോക്കുക, നിങ്ങളെ ചുറ്റുപാടുമുള്ള നിങ്ങൾക്ക് ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ആരാണെങ്കിലും അവരൊക്കെ ജീവിതത്തിലുണ്ടാവും. അവരൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഉറങ്ങാത്ത രാത്രികളുടെ കഥകൾ പറയാനുണ്ടാവും, കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇതുപോലത്തെ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്തുകൾ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇങ്ങനെയുള്ള കുറേ ഗ്രോത്തുകൾ ചേർന്നിട്ടാണ് നമ്മൾ സക്സസ് എന്ന് പറയുക. ആ സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ റിലേറ്റീവ്സ് ആണ്. എനിക്കിപ്പോൾ വേണേൽ പറയാം, ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളാണ്. അല്ലെ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ തോന്നും ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളാണ്. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ വേറെ യൂസുഫ് അലിയായിട്ട് ഞാൻ പറയാം ഇയാൾ എന്തെന്ന് തോന്നുന്നത്. അതായത് ഇങ്ങനെയുള്ള കുറേ ഗ്രോത്തുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, സക്സസ്ഫുൾ ആൾക്കാരെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ഗ്രോത്ത് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും ഈസി ആയിരിക്കും ഗ്രോ ചെയ്യാൻ. അതായത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചെങ്കിൽ, ഇപ്പോൾ എടുത്തതിന് 5 ഇരട്ടി എത്തിയാലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രോത്ത് സെയിം ആവുള്ളൂ. ഇപ്പോൾ എടുത്തതിന് 5 ഇരട്ടി ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഗ്രോത്ത് കിട്ടാൻ ചാൻസ്. അതാണ് ആസ് ഏർലി ആസ് ബെറ്റർ. ഇപ്പം +1 +2 ആ റൈറ്റ് ടൈമിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വരെ എത്താൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു ജോലിയിലൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എടുത്ത് ഇവിടെയാണ്. സാധനം മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എപ്പോഴും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും പോയിന്റിലൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്നതിനും കംഫർട്ട് സോണിൽ നിൽക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ കംഫർട്ട് സോണായിരുന്നു ഇത്. NIT വേറൊരു കംഫർട്ട് സോണായിരുന്നു ഇതിൽ ഞാൻ കുറച്ചൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. NITയിലെ 4 വർഷം ഞാൻ ഉഴപ്പിയതിൽ എന്തില്ല, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് 4 വർഷമാണ് അതെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തിയിട്ട് കുറച്ച് കാലം വെറുതെ ഇരിക്കുന്ന കുഴപ്പമില്ല, അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷെ നമ്മളെ ലൈഫ് നോർമലായിട്ട് അങ്ങ് മുന്നോട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാം, പിന്നെ കുറച്ചെല്ലാം വെറുതെ ഇരിക്കുക വീണ്ടും. അപ്പം എന്താണ്, ഗ്രോത്ത് ആണെങ്കിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ് വർക്ക്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 സ്റ്റേജുകളെ പോയിട്ടുള്ളൂ. ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് എന്തുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് NITയിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, എല്ലാ വർഷവും ഗൂഗിൾ പ്ലേസ്മെൻറ്റിന് വരും. പ്ലേസ്മെൻറ്റിന് വരും എല്ലാ വർഷവും ഒരാളെ എടുക്കേണ്ട അവർ പോകും. എല്ലാ വർഷവും അവർ വരും. ഞങ്ങൾ ചെല്ലുമ്പോൾ ആരെ എടുക്കേണ്ട പോയത്. അപ്പം ഞങ്ങളൊക്കെ തമാശ, ഗൂഗിൾ ഞങ്ങളെ അർഹിക്കുന്നില്ല ഞങ്ങൾ പറയാം. പക്ഷെ എന്താ, അവരെ എക്സ്പെക്റ്റേഷനുള്ള കുട്ടികൾ NITയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പഠിച്ചിറങ്ങി നെക്സ്റ്റ് ഇയറിൽ എന്താണ്, ഒരു പയ്യന് ഗൂഗിളിൽ പ്ലേസ്മെൻറ്റ്, അതും 1.5 കോടി രൂപ വാർഷിക ശമ്പളം, ഏകദേശം 15 ലക്ഷം രൂപ മാസത്തിൽ. അപ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അസൂയ വന്നിട്ട്, ഏതാടാവൻ എന്നൊക്കെ ഉള്ളതിൽ. നമ്മളൊക്കെ ഒരു ഡ്രീം കമ്പനി അല്ലേ. നോക്കുമ്പോൾ അവൻ BTech അല്ലായിരുന്നു, MTech ആയിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ആശ്വാസം, BTech അല്ലായിരുന്നല്ലേ. അപ്പം ഞാൻ എന്താ എൻ്റെ സംഭവം നോക്കുമ്പോൾ, അവൻ പഠിച്ച ഏതാണോ, വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു.
ഞാൻ ആദ്യമായിട്ട് ആ കോളേജിനെ പറ്റി അന്നാ കേൾക്കുന്നത്. അതായത് ആ എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ പറയാം ഇപ്പോഴത്തെ കീം എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് ഗവൺമെൻറ് കോളേജൊന്നും കിട്ടാതെ പോകുന്ന ആൾക്കാർ പോയി പഠിക്കുന്ന കോളേജാണത്. അതായത് അവൻ്റെ 10ാം ക്ലാസ്സും അവൻ്റെ +2 എന്താണ് സാധാരണ പോലെ പോയത്. പക്ഷെ ഒരുപക്ഷെ അവനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അവൻ ബിടെക്കിന് നന്നായി പഠിച്ചിട്ടായിരിക്കും NIT-യിലേക്ക് MTech കയറിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ NIT-യിൽ MTech വന്നതിന് ശേഷം നല്ല രീതിയിൽ അവൻ കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഗൂഗിൾ അങ്ങനെ ഇങ്ങനെയൊന്നും ജോലി കൊടുക്കില്ല. എന്ത് ചെയ്യുക, അവൻ അവിടുന്ന് ഗൂഗിളിലേക്ക് പ്ലേസ്ഡ് ആയത്. മനസ്സിലായോ? അതായത് ഈ +1 +2 പോയാൽ കുഴപ്പമില്ല, അടുത്ത സ്റ്റേജിൽ നന്നായി കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ആ ഗ്രോത്ത് കിട്ടും. വേറൊരു കാര്യം കൂടെ പറയാം, എൻ്റെ ബാച്ചിൽ ഞാൻ CS ആയിരുന്നല്ലോ, എൻ്റെ ബാച്ചിൽ ഒരുപാട് ആൾക്കാരെന്തുണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഗൂഗിളിൽ കിട്ടാതെ വേറെ പല ജോലിയും കൊണ്ട് ഇപ്പോൾ അതേ ഗൂഗിളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവരവിടുന്ന് വീണ്ടും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാര്യം മനസ്സിലായില്ലേ? അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ള മൊഴിമുത്ത് എന്ന് പറയുന്നത്. എന്താ? ഗ്രോത്ത് അഥവാ സക്സസ് ഈസ് ഈക്വൽ ടു ഗ്രോത്ത് അഥവാ സക്സസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതന്നെയല്ലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെ ചിഹ്നം. എന്താണ്? കൺസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക്. എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ജീവിച്ചാൽ പരം മാറണം എന്നുണ്ടെങ്കിൽ തീരുമാനിക്കുക, ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, സംഭവം റെഡിയാണല്ലോ. അപ്പം അടുത്ത വീഡിയോ വേണമെങ്കിൽ എനിക്കിതിന് കുറേ കമൻറ്റുകളും കുറേ ഷെയറും കുറേ വ്യൂസൊക്കെ കിട്ടിയാലേ അടുത്ത വീഡിയോ ആയിട്ടുള്ളൂ. മൊഴിമുത്തുകളാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്കിത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ശരി, ബൈ.